السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടികൾക്ക് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നന്മ ചെയ്യുന്നവനാണെങ്കിൽ ചെയ്തവനാണെങ്കിൽ അവൻ ആഖിറത്തിൽ സ്വർഗവും, തിന്മ ചെയ്തവനാണെങ്കിൽ അവൻ ആഖിറത്തിൽ നരകവും അള്ളാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ദുനിയാവിൽ 3 സ്വർഗമുണ്ട്, നരകമല്ല, 3 സ്വർഗം ദുനിയാവിലുണ്ട്. ഇത് കേട്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളെ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ, ദുനിയാവിലുള്ള 3 സ്വർഗം ഏതൊക്കെയാണ്? ഒന്ന്, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. 2, അൽ ജന്നത്തു തഹ്ത അഖ്ദാമുൽ ഉമ്മഹാത്ത്. 3-മത്തേത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അപ്പോൾ അടിവരയിട്ടൊരു കാര്യം പറയാനുള്ളത്, 2-മത്തെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമുൽ ഉമ്മഹാത്ത്. ഒരു ഉമ്മയുടെ മക്കൾ ദുനിയാവിൽ 100 ഹജ്ജ് ചെയ്തവനാണെങ്കിലും 24 മണിക്കൂറും 365 ദിവസവും നോമ്പ് പിടിച്ചവനാണെങ്കിലും ഫർള് പോയിട്ടൊരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ നിസ്കരിക്കുന്നവനാണെങ്കിലും അവന് സ്വർഗം വേണമെന്നുണ്ടെങ്കിൽ അൽ ജന്നത്തു തഹ്ത അഖ്ദാമുൽ ഉമ്മഹാത്ത്. അവൻ്റെ മാതാവ് കനിയണം. അവൻ്റെ മാതാവിൻ്റെ കാൽ കീഴിലാണ് ആ മക്കൾക്ക് കിടക്കാനുള്ള സ്വർഗം. അല്ലാതെ നിസ്കരിച്ചത് കൊണ്ടോ ഹജ്ജ് ചെയ്തത് കൊണ്ടോ ധർമ്മം ചെയ്തതുകൊണ്ടോ സക്കാത്ത് കൊടുത്തതുകൊണ്ടോ ഒന്നും സ്വർഗം അവനില്ല. അപ്പോൾ സ്വർഗം വേണമെങ്കിൽ അവൻ്റെ മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാതാവിൻ്റെ സ്വർഗം നമുക്ക് വേണമെങ്കിൽ എന്തു വേണം? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്ര അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അള്ളാഹു പറഞ്ഞു, നിന്റെ മാതാവ് സംസാരിക്കുമ്പോൾ ആ സംസാരം, മാതാവിനോട് നീ സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. ചീ എന്നൊരു വാക്ക് പോലും അവരോട് സംസാരിക്കരുത്. കരുണയുടെ സ്നേഹത്തിൻ്റെ ചിറക് നീ അവരിലേക്ക് താഴ്ത്തി കൊടുക്കുകയും ചെയ്യണം. പടച്ചവനെ എന്നെ ചെറുപ്പത്തിൽ ആറ്റിപ്പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് റബ്ബേ നീ അനുഗ്രഹം ചൊരിയണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. മാതാപിതാക്കൾക്ക് അപ്പോൾ ഒരിക്കൽ അൻസാരി പെട്ട ഒരാൾ വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ മാതാവ് മരണപ്പെട്ടു പോയി. ആ മാതാവിന് ഞാൻ ഖൈറിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നീ കൂടുതലൊന്നും ചെയ്യണ്ട. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ദുനിയാവിൽ നിന്നോട് വസീയത്ത് പോലും ചെയ്തിട്ടുണ്ടോ? മാതാവ് എന്തെങ്കിലും കട ബാധ്യത വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണം. അവർക്ക് വേണ്ടി നീ നിസ്കരിക്കണം. അവർ ആരെയെല്ലാം ബഹുമാനിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെയെല്ലാം സ്നേഹിച്ചിട്ടുണ്ടെങ്കിലോ അവരെയെല്ലാം നീ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. ഒരു വീട്ടിൽ ആ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പിതാവ് മരിച്ചുപോയി, മാതാവും ഈ മക്കളും മാത്രമേ ഉള്ളൂ. 3 മക്കളുണ്ട്, അല്ലെങ്കിൽ 4 മക്കളുണ്ട്, അല്ലെങ്കിൽ 5 മക്കളുണ്ട്. ആ മക്കളെ 5 പേരെയും ആ മാതാവ് 5ആയിട്ട് ഒരിക്കലും കാണാൻ സാധ്യതയില്ല. ആ മാതാവ് നൊന്ത് പ്രസവിച്ച് വളർത്തിയ മക്കളാണ്. അപ്പോൾ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളെയും ഒരേപോലെ സ്നേഹിക്കുന്ന മാതാവാണ്. അപ്പോൾ ആ മാതാവ് മരണപ്പെടുന്നതിന് മുമ്പ് ആ മക്കളെ ഏത് രീതിയിലാണോ സ്നേഹിച്ചിരുന്നത്, ആ മക്കൾ മാതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ 5 മക്കളും ഒരേ മുത്തുപോലെ, ഒരേ മാലയിലെ മുത്തുപോലെ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് മാതാവിന് ഏറ്റവും തൃപ്തിയുള്ള കാര്യം. അല്ലാതെ ഒരു മകളെ കെട്ടിച്ചു വിട്ടു, അല്ലെങ്കിൽ 2 പെൺമക്കളെ കെട്ടിച്ചു വിട്ടു, അല്ലെങ്കിൽ 2 ആൺമക്കളെ മാറി താമസിക്കുന്നു, 5 പേരും 5ആയിട്ട് പോകരുത്. ഒരിക്കലും ആ മരിച്ചുപോയ മാതാവിനെ തൃപ്തിയാകുകയില്ല. അപ്പോൾ മാതാവ് തൃപ്തിയില്ലാത്ത ഒരവസ്ഥയിൽ കബറിൽ കിടക്കുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിൽ ഒരിക്കലും നിനക്ക് സ്വർഗം ഇല്ല. നീ എന്തെല്ലാം അമലുകൾ ചെയ്താലും, അല്ലെങ്കിൽ മരിച്ചുപോയ മാതാവിന് വേണ്ടി നീ ഒരുപാട് ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ വെച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ബന്ധുക്കാരെയൊക്കെ വിളിച്ച് നീ തീറ്റിച്ചാലും മാതാവിന് തൃപ്തിയാകില്ല.
നീ ആ മാതാവ് നിന്നെ സ്നേഹിച്ചതുപോലെ നീ നിൻ്റെ സഹോദരങ്ങളെയും സ്നേഹിക്കണം. ആ സ്നേഹം പൂർണ്ണമായാൽ മാത്രമേ മാതാവിൻ്റെ തൃപ്തി ഉണ്ടാവുള്ളൂ. ആ തൃപ്തി ഉള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് മാതാവിൻ്റെ തണൽ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. മാതാവിൻ്റെ തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. അല്ലാതെ നീ നാട്ടുകാർ വയറ് വീർപ്പിച്ചിട്ടോ നാട്ടുകാർ ബോധ്യപ്പെടുത്തിട്ടോ അല്ലെങ്കിൽ കുറേ സദ്യകൾ ബിരിയാണികൾ ഒക്കെ ചെയ്യുന്നത് നീ ഫോട്ടോ എടുത്ത് വീഡിയോ ചെയ്തിട്ടോ ഒന്നും നാട്ടുകാരെ അറിയിച്ചിട്ടൊന്നും കാര്യമില്ല. മാതാവിൻ്റെ തൃപ്തി നിനക്കുണ്ടാകണമെങ്കിൽ മാതാവ് ദുനിയാവിൽ ആരെയെല്ലാം സ്നേഹിച്ചുവോ മക്കളുമായിട്ട് ഏതെല്ലാം രീതിയിലാണ് മാതാവ് ജീവിച്ചു പോകുന്നത് അതുപോലെ നീ ജീവിച്ചു പോകണം. സഹോദരങ്ങൾ ആണായാലും പെണ്ണായാലും സഹോദരങ്ങൾ നല്ല സ്നേഹത്തിൽ കഴിയണം. അത് കണ്ടുകൊണ്ട് വേണം ആ മാതാവ് കബറിൽ കിടക്കാൻ. അല്ലാതെ മാതാവ് കബറിൽ കിടന്ന് വേദന അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. നമുക്ക് മാതാവിൻ്റെ കാൽ കീഴിലുള്ള സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാതാവ് മക്കളെ എങ്ങനെയാണോ കണ്ടത് അതുപോലെ സഹോദര്യത്തോടെ സ്നേഹത്തോടെ ദുനിയാവിൽ നമ്മൾ ജീവിച്ച് മരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരിക്കലും മാതാവിന് മാതാവ് മരണപ്പെട്ടെങ്കിലും മാതാവിൻ്റെ ശരീരം മാത്രമാണ് കബറിൽ പോയത്. മാതാവിൻ്റെ റൂഹ് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ആ മാതാവിൻ്റെ റൂഹിന് അല്ലെങ്കിൽ ആത്മാവിന് ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ആ മാതാവ് ഇറങ്ങിപ്പോയ വീട്ടിൽ സമാധാനം ഉണ്ടാകണം. മക്കളും മരുമക്കളും ആൺമക്കളും പെൺമക്കളും ഒന്നും പല രീതിയിൽ ജീവിച്ചു പോകരുത്. മാതാവ് എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടിരുന്നത് ആ രീതിയിൽ ജീവിച്ചു പോകണം. ഒരിക്കലും പിണങ്ങരുത്. ദൂരെയുള്ളവരാണെങ്കിൽ പോകാനും വരാനും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫോണിൽ കൂടി വിളിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അതാണ് മാതാവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. മാതാവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച് അതുവഴി നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.